അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സന്താനം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുക. അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, ജീവിച്ചിരിക്കുന്ന ഏവരെയും അച്ഛനമ്മമാരെയും അച്ഛനച്ഛച്ചന്മാരെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചെറിയച്ഛന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ഛന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരുകാരണവന്മാരെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവ്വശ്രീശ്വരന്മാരെയും സർവ്വ ആചാര്യന്മാരെയും സർവ്വ പണ്ഡിതന്മാരെയും അമ്മേ മഹാദേവി, ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളം ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവേശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി, വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി, പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്തുതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹു ഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി, അവരെയും ഏതിനെയും സർവാദരവോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. ഏവരെയും ഏതിനെയും സർവാദരവോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടു കൂടിയും വന്ദിക്കുന്നേൻ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരോടൊക്കെയാണ് പ്രാർത്ഥിച്ചത്, അവരുടെ അനുഗ്രഹം, അവരുടെ സ്മരണ, അവർക്ക് നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ വന്ദിക്കുക മനസ്സുകൊണ്ട്. ഒരു കാരണവന്മാർ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുള്ള അച്ഛനച്ഛന്മാരെയും മുത്തശ്ശന്മാരെയും എല്ലാം. കാരണം നമ്മൾ ഈ സൗന്ദര്യം ചുറുക്കൊക്കെ വെച്ചുകൊണ്ട് ഞാനെന്നുള്ള മാത്രയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് കുട്ടികളും ഉണ്ടാവില്ല, നമുക്ക് കുടുംബവും ഉണ്ടാവില്ല. ഒരുപാട് ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാൻ പോകും. ഞാനുണ്ടായിട്ടുള്ളതും നിങ്ങളുണ്ടായിട്ടുള്ളതും അതേപോലെയാണ്. എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മയിലൂടെ പുറത്തു വന്നു. എൻ്റെ അച്ഛൻ വന്നത് എൻ്റെ അച്ഛനിലൂടെ, അച്ഛൻ്റെ ഭാര്യയിലൂടെ, അമ്മയിലൂടെ വന്നു, അവരുടെ അമ്മയിലൂടെ വന്നു. അങ്ങനെ പുറകോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കി. ഒരുപാട് വന്നതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കണം. നമ്മളിതിൽ വന്ന് എത്തി നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ബാക്കിയുണ്ട്. ഈ വിഷയം പൂർത്തീകരിക്കേണ്ട ആളുകൾ നമ്മളെല്ലാവരും, ദമ്പതിമാരും കുടുംബങ്ങളെല്ലാം ഇനി ഒരു നാട് മുന്നോട്ട് ആ കർത്തവ്യം നിർവഹിക്കുന്നത് ആരാണ്? ഇനി നമ്മളെ ഗുരുക്കന്മാരിൽ, നമ്മളെ
അച്ഛനില്ല, അച്ചച്ചനില്ല. ഇനി നമ്മൾ അച്ഛനാവും, അച്ചച്ചനാവും, അച്ചച്ചൻ്റെ അച്ചച്ചനാവും, അച്ചച്ചൻ്റെ അച്ഛൻ്റെ 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 അച്ഛനാവും. അങ്ങനെ വലിയൊരു മുൻപോട്ട് പോകുന്നൊരു തലമുറയിൽ പെട്ടൊരച്ഛനും നല്ലച്ഛനും നമ്മളായിട്ട് മാറും. മുമ്പ് ഒരു 5000 കൊല്ലം മുമ്പ് ഞാനുണ്ടായിരുന്നു. അന്ന് ഞാൻ ജനിച്ചിരുന്നു, ജീവിച്ചിരുന്നു, നിലനിന്നിരുന്നു, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്. ഇന്നിപ്പോൾ ഞാനൊരു 5000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം വെച്ചിട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലാത്തവർക്ക് അറിയാൻ വേണ്ടി. ഇന്നിപ്പോൾ ഞാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നൊരു 5 മക്കൾ നമുക്ക് ഉണ്ട്. ഈ 5 മക്കളിപ്പോൾ ഒരാൾക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, 5 6ആയി. ഇനി മറ്റുള്ളവർക്കൊക്കെ അതുപോലെയുള്ള മക്കളുണ്ടാകുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ എത്ര മക്കളുണ്ടാവും? അതൊരു 50 വർഷമാകുമ്പോൾ എത്ര മക്കളുണ്ടാവും? ഇതൊരു 100 വർഷമാകുമ്പോൾ ആയിരിൽ നിന്ന് എത്ര മക്കളുണ്ടാവും? അതങ്ങനെ ഒരു 1000 വർഷമാകുമ്പോൾ അവരിൽ നിന്നും എത്ര മക്കളുണ്ടാവും? അതൊരു 2000 വർഷമാകുമ്പോൾ അവരിൽ നിന്നും എത്ര മക്കളുണ്ടായിട്ടുണ്ടാവും? അതൊരു 3000 വർഷങ്ങൾ കഴിയുമ്പോൾ അവരിൽ നിന്നും എത്ര മക്കളുണ്ടായിട്ടുണ്ട്? അതൊരു 4000 വർഷത്തിലെത്തുമ്പോൾ അവരിൽ നിന്നും എത്ര മക്കളുണ്ടായിട്ടുണ്ടാവും? അതൊരു 5000 വർഷമാകുമ്പോൾ അവർക്ക് എത്ര മക്കളുണ്ടായിട്ടുണ്ടാവും? കണക്ക് കൂട്ടാൻ പറ്റും. ഇതൊന്നും ഇൻ്റെതല്ല, ഇതൊക്കെ ആലോചിച്ച് നോക്കും. നമ്മളിതൊന്നുണ്ടായിട്ടല്ലേ? ആ മക്കളൊക്കെ ഇൻ്റെതല്ലേ? ഇൻ്റെതല്ല നമുക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടുന്ന് 5000 കൊല്ലം മുമ്പോട്ട് പോയിട്ട് നമ്മളിതിന് മുന്നോട്ട് പോയിട്ടുള്ള മക്കളും ഓരോ മക്കളും അങ്ങനെ ഉണ്ടായി. അത് നമ്മളതല്ലാതാവോ? അതാണ് പറയുന്നത്. ഇവിടുന്ന് പുറകോട്ട് ചിന്തിച്ചാൽ ഒരുപാട് ത്യാഗപൂർണമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും വന്നു ഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ കൂട്ടണം. അതാണ് നമ്മൾ ഒരുക്കണം, വർണ്ണിക്കണം, ചമയിക്കണം, അലങ്കരിക്കണം. നല്ലതിലൂടെ ആയാൽ അതാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് കേൾക്കണം, അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് കഴിക്കണം, അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വായു ശ്വസിക്കണം, നല്ല ജോലി എടുക്കണം. എല്ലാ ജോലികളും നല്ലത് തന്നെ. നല്ല ജോലി, നമ്മളെടുക്കുന്ന ജോലി നമ്മളാണ് നല്ലതാക്കണം, നല്ലതല്ലാത്തതാക്കണം. നമ്മളെടുക്കുന്ന എന്ത് ജോലികളും ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം, സത്യസന്ധതയോടുകൂടി ചെയ്യണം. യാതൊരു തരത്തിലുള്ള കളങ്കവും മായവും ചേർക്കാതെ എന്ത് പണികളായാലും ചെയ്യണം. കൈക്കൂലി വാങ്ങാതെ ചെയ്യണം, ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. കൂലിപ്പണി ആയിക്കോട്ടെ, ഓഫീസ് ജോലി ആയിക്കോട്ടെ, ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ, കച്ചവടക്കാരായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, എന്തായിക്കൊള്ളട്ടെ, ചട്ടിയും പാത്രം ഉണ്ടാക്കുന്നവരാവട്ടെ, മറ്റലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നവരാവട്ടെ, ചട്ടിയും പാത്രം എന്തായിക്കൊള്ളട്ടെ, എല്ലാ പണികളിലും ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരു ഈശ്വരനെയും അതിൽ ദർശിച്ച് കാണണം. അതാണ്. എന്നാലും ഇതുണ്ടാവും, മുക്തി ഉണ്ടാവും, മോക്ഷമുണ്ടാവും, മുക്തനായി മാറും. കുട്ടിക്ക് കുട്ടിയുണ്ടാകും. കല്യാണം കഴിക്കാത്തവർക്ക് ജീവിത പങ്കാളിയെ കിട്ടും. മക്കൾ ജനിക്കുന്നവർക്ക് പൂർണ്ണതയുള്ള മക്കളുണ്ടാകും. ആരോഗ്യവാനായിട്ടുള്ള മക്കളുണ്ടാകും. കിട്ടുന്ന ജീവിത പങ്കാളി നല്ല സ്വഭാവ ഗുണത്തിന് ഉടമയായിത്തീരും. ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്നവരായും ഒന്നു ചേരുക ദമ്പതിമാർ. മക്കളായി വളരും, മക്കളായി ജനിക്കുന്നത് അച്ഛനെയും അമ്മേനെയും ബഹുമാനിക്കുകയും പൂർവികരെ ബഹുമാനിക്കുന്ന, സമൂഹത്തെ ബഹുമാനിക്കുന്ന
മനുഷ്യരെ ബഹുമാനിക്കുന്ന മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനായിക്കൊണ്ട് ധരിച്ചു കൊണ്ടിട്ടുള്ള ജന്മങ്ങൾ അങ്ങനെ വന്നു ചേരും. പൂർവികരെ സ്മരിച്ചു കിട്ടുന്ന അവരുടെ അനുഗ്രഹത്തിൽ നിന്നും വന്ന് എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ പുണ്യമുള്ള ജന്മങ്ങളായി. ജനിക്കുന്നത് എല്ലാവരും പുണ്യമുള്ള ജന്മങ്ങളായിട്ടാണ്. എല്ലാവരും മനുഷ്യരായിട്ട് തന്നെ ജനിക്കുന്നത്. ശുദ്ധബോധത്തോടു കൂടി അവർ ജനിച്ച് 4 വയസ്സാകുമ്പോഴത്തേക്കും ശുദ്ധബോധം മറിഞ്ഞ് വീട്ടുകാരുടെയുള്ള ജീവിത സാഹചര്യങ്ങൾ പഠിച്ചും നുണച്ചും അറിഞ്ഞും കഴിച്ചും കിട്ടിയും കേട്ടും കേൾപ്പിച്ചും വളരുന്നത് അച്ഛനമ്മമാരും കുടുംബങ്ങളും എന്താണോ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിക്കുന്നു, അവർ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കുന്നു. ഭക്ഷണം കൊണ്ട് ശരീരവും വാക്കുകൾ കൊണ്ട് മനസ്സും വളരുന്നു, അറിഞ്ഞു വളരും. എന്ത് വാക്കാണോ കിട്ടുന്നത് ആ വാക്കിലൂടെ അവൻ വളരുന്നു. ബുദ്ധിപരമായി, വിദ്യാപരമായി അറിവതാണ്. ആദ്യം മുതൽ തന്നെ മാതാപിതാക്കളും കുടുംബങ്ങളും ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ആണ് അവന് ഉണ്മയായിത്തീരുന്നത്. അവനുടെ ജീവിതം അപ്രകാരമാണ് മുന്നോട്ട് അവൻ ഉയർത്തുക. അത് മാതാപിതാക്കൾ എത്രത്തോളം ശ്രദ്ധക്കുറവുള്ളവരാണോ അറിവ് കുറവുള്ളവരാണോ അവരിൽ നിന്നും കിട്ടുന്ന വാക്കുകളും നോട്ടങ്ങളും അവരെന്തെല്ലാമാണോ അനുഷ്ഠിക്കുന്നതും പറയുന്നതും കേൾപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും അതാണ് ആയതിലൂടെ നിന്നിട്ടേ അവൻ വളരുവാനും ഉയരുവാനും സാധിക്കുകയുള്ളൂ. നമ്മൾ എന്ത് വേണം? നമ്മൾ തമാശയ്ക്ക് പോലും കളിപ്പിക്കുന്നതിനായിക്കൊണ്ട് പോലും ചെറിയ കുഞ്ഞുങ്ങളോടായിക്കൊണ്ട് വേണ്ടാത്ത വർത്തമാനങ്ങളും വാക്കുകളും ഉരിയാടിക്കൂടാ എന്ന് പറയുന്നു. അതവർ മെമ്മറിയിൽ സൂക്ഷിക്കും. അവരുടെ ബുദ്ധി ബോധത്തിൽ ഈ വാക്കുകളെല്ലാം അവിടെ കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കും, സമ്മേളിക്കും. അതിൽ നിന്നാണ് ഇവൻ ഏതെങ്കിലും കാര്യത്തിൽ സ്വന്തമായിട്ട് വളർന്ന് വരുന്ന സാഹചര്യങ്ങളും പുറത്തുനിന്ന് കിട്ടുന്നതായിട്ടുള്ള എന്തെല്ലാമാണ് വേണ്ടാത്തത് അതൊക്കെ വേഗം പെട്ടെന്ന് ഗ്രഹിക്കുകയും അതിൻ്റെ കൂടെ അവൻ പോവുകയും ആ കുഞ്ഞ് പിന്നെ പല വേണ്ടായ്മകളിൽ എത്തിച്ചേരുകയും അവൻ്റെ വളർച്ച പിന്നെ ആ വേണ്ടായ്മയിലൂടെയാവും. അവൻ ശുദ്ധ ജന്മം നേടിയ അവൻ അശുദ്ധനായി പിന്നെ വിരാജിക്കുന്നു. അങ്ങനെ പോകുന്ന സമയവും അപ്രകാരം തന്നെ പോകും. ജന്മം അതുകൊണ്ട് തീരുന്നുണ്ടാകില്ല. വീണ്ടും ഈ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ ദോഷഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും വരുന്നു എന്ന് പറയുന്നു. ആലോചിക്കണം എല്ലാവരും. നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ചെറുപ്രായം മുതൽ തന്നെ ഇതെന്താണ്, ഇത് ഏതല്ല, ഇത് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് പറയണം, എന്ത് പറയണ്ട, തെറ്റെന്താണോ ശരി എന്താണോ ഓരോരോ വസ്തുക്കളും സംഗതികളും കാണിച്ചുകൊണ്ടും നമ്മളവരെ ഉണർത്തിച്ച് നല്ലത് കേൾപ്പിച്ചുകൊണ്ട് നല്ലത് പറയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു അംഗനവാടിയിലോ മറ്റോ സ്ഥാപനങ്ങളിലോ കൊണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നല്ല വിവരണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അടിക്കാതെ തൊടാതെ അങ്ങനെയുള്ള രീതിയിൽ കൂടി തോണ്ടാതെ സ്നേഹത്തിലൂടെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ കുഞ്ഞുങ്ങളത് ഗ്രഹിക്കും. കുഞ്ഞുങ്ങളതിന് തയ്യാറാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിലകൊള്ളുന്ന മഹാത്മാവ് അവരെ ഉദ്ധരിപ്പിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കും. അങ്ങനെ നല്ല മക്കളായി നമ്മളെ മക്കൾ പുണ്യം നിറഞ്ഞ മക്കളായി അറിയപ്പെടുന്ന മക്കളായി ജീവിതത്തിൽ ഒരുപാട് ഉയരുന്ന മക്കളായി മക്കൾ അങ്ങനെ വളരും. ഇനിയും വൈകിട്ടില്ല. തെറ്റുകുറ്റങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കൊരു മോക്ഷവുമില്ല, എനിക്കൊരു മുക്തിയുമില്ല, ഞാനിങ്ങനെ ഒരു മുക്തനായും അങ്ങനെ പോകുമെന്ന് വിചാരിക്കേണ്ട. ചെയ്ത തെറ്റാണെന്ന് തിരിച്ചറിയുന്നൊരു സമയം നമ്മൾ പിന്നെ മുക്തനാകുന്നു ഈശ്വരൻ്റെ മുമ്പിൽ പ്രായശ്ചിത്തമായി നാം. പിന്നെ ആയതിലൂടെ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ ജീവിതചര്യകളിലൂടെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും പോയ ജന്മങ്ങളിലുള്ള പാപങ്ങൾ തീർക്കുവാനായിക്കൊണ്ട് നമുക്ക് സാഹചര്യങ്ങളും ആയതിനുള്ള
അനുകമ്പയോട് കൂടിയിട്ടുള്ള ഈശ്വര സമർപ്പണവും നമ്മിൽ എത്തിച്ചേരും. ആയതിലൂടെ നമുക്ക് പടിപടിയായി നമ്മൾ ഓരോരോ വേണ്ടാത്ത കർമ്മങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കുവാനായിക്കൊണ്ട കർമ്മങ്ങളും ആയതിലേക്ക് വേണ്ടിയിട്ടുള്ള ആചരണങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാനാവും. നമുക്ക് മുക്തി ഉണ്ടാവും, മോക്ഷമുണ്ടാവും എന്നറിയണം. പ്രാർത്ഥിക്കണം. ഇങ്ങനെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും ഈ നിമിഷം മുതൽ കഴിഞ്ഞുപോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞുമറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവപിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി, മുക്തി നൽകണം ജഗദീശ്വരി, മോക്ഷം നൽകണം ജഗദീശ്വരി. അതാണ്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തതിനെ പറ്റിയിട്ട് പ്രാർത്ഥിച്ച് അതിനെ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയും മരിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവപിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി, മുക്തി നൽകണം ജഗദീശ്വരി, മോക്ഷം നൽകണം ജഗദീശ്വരി. എന്ത് നല്ല പ്രാർത്ഥന! ചിന്തിച്ചിട്ടുണ്ടാരെങ്കിലും എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആരെങ്കിലും ചോദിക്കേണ്ടവരോട് പറയുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ 5000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നു എന്നുള്ളത് എൻ്റെതാണ്. പോയിട്ടുള്ളതും എൻ്റെ തന്നെയാണ്. സധൈര്യം പറയാൻ എനിക്കൊരു മടിയില്ല. അറിഞ്ഞതുകൊണ്ട് പറയുകയാണ്, അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. അനുഭവത്തിൻ്റെ ഗുണത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത്തരം അബോധാവസ്ഥയിൽ നിന്നുകൊണ്ട് പറയല്ല. ഇത് ബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ശുദ്ധബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ശുദ്ധബോധത്തിൽ നിന്നിട്ടല്ല, ശുദ്ധബോധത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. പോയതെല്ലാം എൻ്റേത് തന്നെയാണെന്നുള്ളൊരു ഉറച്ചൊരു ബോധ്യം എനിക്കുണ്ട്. ഇന്ന് നിലനിൽക്കുന്നതും എൻ്റേത് തന്നെ എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇനി വരാനിരിക്കുന്നതും എൻ്റേത് തന്നെ എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ എവിടെയാണ് നമ്മളൊന്നല്ലാത്തത്, എൻ്റേതല്ലാത്തത്? എൻ്റേതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുതാണ് പോയിട്ടുള്ളതും നിലനിൽക്കുന്നതും ഇനി വരാനിരിക്കുന്നു. നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് അങ്ങോട്ട് പോകും. അവിടെ കുറേ പേരുണ്ടായിരുന്നല്ലോ, ഇവിടെ കുറേ പേരുണ്ടായിരുന്നല്ലോ, അതൊക്കെ പാരതാണ്, എൻ്റെ തന്നെയല്ലേ? പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. എന്നാലും നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം പകരുന്ന വാക്കുകൾ കുറച്ചെങ്കിലും ഇല്ല, കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ദോഷമുള്ളതായിട്ടുള്ള വാക്കുകൾ എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ? ചിന്തിക്കണം. അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും ജീവിച്ചിരിക്കുന്നവരെയും അച്ഛനമ്മമാരെയും അച്ഛനച്ചന്മാരെയും മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും ചെറിയച്ഛന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ഛന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി
കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങൾ നൽകിയിട്ടുള്ള മാതാപിതാക്കളെയും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവേശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീ ദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവ്വാദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. ഏവരെയും ഏതിനെയും സർവ്വാദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കൊണ്ടും കാണാം, ഒന്നിക്കാം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന, പ്രപഞ്ചത്തിലും പ്രകൃതിയിലും നിലകൊള്ളുന്ന, ഭൂമിയിലും ആകാശത്തിലും നിലകൊള്ളുന്ന സർവശക്തി സത്യചൈതന്യത്തെയും മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും മനുഷ്യകുലത്തിനും മനുഷ്യൻ്റെ കർത്തവ്യം, ശുദ്ധമായ കർത്തവ്യം കണ്ടുകൊണ്ടും ആയതിൽ ആനന്ദിച്ചുകൊണ്ടും നിലകൊള്ളുന്ന ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും മനസാ സ്മരിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.